ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഷിറിനും ഞാനും വെയിറ്റ് കുറക്കാൻ തീരുമാനിച്ചു. പ്രസവശേഷം ഷിറിൻ്റെ വെയിറ്റ് 76 കിലോഗ്രാമിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ വേസ്റ്റ് അരവണ്ണം കൂടുതലാണ്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കുറക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതുപോലെ തന്നെ ഞാനും വെയിറ്റ് കുറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഫലപ്രദമായിട്ട് തികച്ചും നാച്ചുറലായിട്ട് എങ്ങനെ കുറക്കാൻ എന്നുള്ള ഒരു പഠനത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് ചേരുവകളുണ്ട്. ആ ചേരുവകൾ ഉപയോഗിച്ച് പ്രത്യേക രീതിയിൽ വീട്ടിൽ നിന്ന് തന്നെ തികച്ചും നാച്ചുറലായിട്ട് ഒരു ഷെയ്ക്കിന് ആവശ്യമായിട്ടുള്ള പൗഡർ തയ്യാറാക്കി അത് ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ചെറിയ എക്സസൈസുകൾ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി 100 ദിവസത്തെ ചലഞ്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ 100 ദിവസത്തെ വെയ്റ്റ് ആൻഡ് വേസ്റ്റ് ലോസ് ചലഞ്ചാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 6 പാക്ക് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ള ശ്രമമാണ്. അപ്പോൾ ഏതായാലും വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് ലഭിക്കുന്ന കുറച്ച് ചേരുവകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 18ഓളം ചേരുവകളാണ് നമ്മൾ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. കുറച്ച് ചേരുവകൾ മുകളിൽ കാണിക്കുന്നുണ്ട്: ചിയാ സീഡ്, പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, ബദാം, കാഷ്യൂ. മധുരം വേണ്ടവർക്ക് അല്പം പനങ്കൽക്കണ്ട യൂസ് ചെയ്യാം. ഇനി അല്പം ഈത്തപ്പഴമോ അല്ലെങ്കിൽ റോബസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷേക്ക് ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും കൂടുന്ന ഞങ്ങളുടെ കൂടെ 100 ദിവസത്തെ ചലഞ്ചിൽ നമ്മുടെ വെയിറ്റ് ആൻഡ് വേസ്റ്റ് കുറയ്ക്കാം. ജെൻസിനാണെങ്കിൽ നമുക്ക് 6 പാക്കായിട്ട് മാറാം, ലേഡീസിന് നമുക്ക് അതിലേക്ക് ശ്രമിക്കാം. അപ്പോൾ വളരെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ശ്രമിച്ച് നോക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് സപ്ലിമെൻറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ന്യൂട്രീഷണൽ പൗഡറുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതെല്ലാം നമുക്കറിയാം 1 വർഷം 2 വർഷം കേടാകാതെ ഇരിക്കാറുണ്ട്. ഈ കേടാകാതെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നമുക്കറിയാം ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പലതരത്തിൽ ദോഷങ്ങളുണ്ടാക്കാം, പലതരത്തിൽ കിഡ്നിയെ ബാധിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ തികച്ചും നാച്ചുറലായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു ഡ്രിങ്കാണിത്.